ഹായ് ഓൾ, ഞാൻ ആൻവി. ഇന്നൊരു പെൻപാലിംഗ് വീഡിയോ ആണ്. ലെറ്റേഴ്സിലൂടെ പുതിയ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് പെൻപാലിംഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വെൽവിഷർ DIY ചാനലിലെ ഫാസ്മിൻ ഇത്തായിക്കാണ് പെൻപാൽ ചെയ്യുന്നത്. അപ്പോൾ പെൻപാൽ ലെറ്റർ എഴുതാനായി ഞാൻ ഈ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഡ്രോയിങ് ബുക്കിലെ പേപ്പറാണ്, അതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോർണേഴ്സൊക്കെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഡേറ്റർ സ്റ്റാമ്പ് കൊണ്ട് ഈ ലെറ്റർ എഴുതിയ ഡേറ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്റ്റാമ്പിലെ ഡേറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. 11-ാം തീയതിയാണ് ഞാനിപ്പോൾ ഈ ലെറ്റർ എഴുതുന്നത്. പക്ഷേ ഫാസ്മിനത്തായിക്ക് ലെറ്റർ കിട്ടിയ ശേഷം മാത്രമായിരിക്കും ഞാൻ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇനി ഈ ഒരു ആൽഫബറ്റ് പാറ്റേൺ ബോർഡ് വെച്ച് ഫാസ്മിൻ എന്ന നെയിം ഞാനൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. ഇനി ലെറ്റർ എഴുതി തുടങ്ങുവാണ്. ലെറ്റർ എഴുതുന്നത് മുന്നേ പരിചയമില്ലാത്ത ഒരാൾക്കായതുകൊണ്ട് ഞാൻ ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഓപ്പോസിറ്റുള്ള ആളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഒരു സാധാരണ ലെറ്റർ എഴുതുന്നത് പോലെ തന്നെ. അങ്ങനെ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഡേറ്റ് സീൽ ചെയ്തതിൻ്റെ താഴെ വരുന്ന ഭാഗം എംപ്റ്റി ആയിട്ട് കിടക്കുന്നത് കൊണ്ട് അവിടെ ഒരു വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലെറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലെറ്റർ കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു കവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലെറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഒരു വാഷി ടേപ്പ് വെച്ചാണ് ഞാൻ കവറൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഇനി കവറിൻ്റെ ഈ ഒരു സൈഡ് കുറച്ച് ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ട് ലെറ്റർ എന്നൊരു ടൈറ്റിൽ എഴുതി കൊടുത്തെടുക്കുന്നുണ്ട്.
ഒരു ഭംഗിക്കായിട്ട് ജൂട്ട് വൈൻ വെച്ച് ഒരു നോട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാക്സീലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെ ചെയ്തെടുത്ത വാക്സീലാണ്. ഈ രീതിയിൽ വാക്സീലിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലെറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പെൻപാൽ ചെയ്യുമ്പം ഓപ്പോസിറ്റുള്ള ആളെ കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കുന്നതിനായിട്ട് അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് അവരുടെ ഇൻട്രസ്റ്റ്, ഹോബീസ്, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യനെയർ ഇപ്പോൾ തയ്യാറാക്കാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻസ് എഴുതുന്നതിനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നോട്ട് പാഡിൽ നിന്ന് ഒരു പേപ്പർ ഞാൻ ടിയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻസ് എന്നൊരു ഹെഡിങ് എഴുതണം. അപ്പോൾ ഇതുപോലത്തെ വർക്ക്സ് ഒക്കെ ചെയ്യുമ്പം ടൈറ്റിൽസ് ഒക്കെ നല്ല ഭംഗിക്ക് എഴുതിയെടുക്കണം. പക്ഷെ നമ്മളിൽ പലർക്കും കല്ലിഗ്രഫി അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. ഫ്രീ ആയിട്ട് ഒത്തിരി ഓൺലൈൻ കല്ലിഗ്രഫി ഫോൺസ് നമുക്ക് കിട്ടും. അപ്പോൾ ക്രോമിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ ഫ്രീ കല്ലിഗ്രഫി ഫോൺസ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സൈറ്റ്സ് ഓപ്പൺ ആയി വരും. ഞാനിപ്പോൾ 1001fonts.com എന്നൊരു സൈറ്റാണ് തുറന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് ആവശ്യമായ ടൈറ്റിൽ ഞാൻ എഴുതി കൊടുക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ഫോൺസിൽ അവർ നമ്മൾ എഴുതി കൊടുത്ത ആ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യും. അതിന് നമുക്ക് ഇഷ്ടമാകുന്ന, സ്യൂട്ടബിളായിട്ട് തോന്നുന്ന ഒരു ടൈറ്റിൽ ഫോണ്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് പേപ്പറിലേക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഞാൻ എനിക്കിഷ്ടമായ ഒരു ഫോണ്ട് റെഫറൻസായി വെച്ച് ഇപ്പോൾ പേപ്പറിലേക്ക് ക്വസ്റ്റ്യൻസ് എന്ന ടൈറ്റിൽ എഴുതിയെടുക്കുകയാണ്. ആദ്യം പെൻസിൽ വെച്ച് റഫായിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്ത ശേഷമാണ് പിന്നീട് പെൻ വെച്ച് നല്ല രീതിയിൽ എഴുതിയെടുക്കുന്നത്. ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പേപ്പറിൻ്റെ ബോട്ടം പോർഷൻ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു എൻവലപ്പിലാണ് ഈ ക്വസ്റ്റ്യൻസ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് എഴുതിയ പേപ്പർ ഇൻസേർട്ട് ചെയ്തിട്ട് വാഷി ടേപ്പ് വെച്ചത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എൻവലപ്പിൻ്റെ ഈ ഒരു സൈഡ് ഡെക്കറേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ള ടൈറ്റിൽ എഴുതിയെടുക്കുന്നുണ്ട്.
ഇത് ഞാൻ തന്നെ ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്. ഇതുകൂടെ ഞാൻ ഇത്താക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ സ്റ്റിക്കേഴ്സ് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സ്റ്റിക്കേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയ എൻവലപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് സ്റ്റിക്കേഴ്സ് എല്ലാം ഇൻസേർട്ട് ചെയ്തിട്ട് വാഷി ടേപ്പ് വെച്ച് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കവറിൻ്റെ ഈ സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് സ്റ്റിക്കേഴ്സ് എന്നൊരു ടൈറ്റിൽ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിക്കർ ഷീറ്റ് കൂടെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേസ് ചെയ്യാനായിട്ട് എഗെയിൻ ഒരു കവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പെൻപാലിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു റിട്ടൺ ലെറ്റർ എഴുതിയിട്ടുണ്ട്, അതുപോലെ 2 സെറ്റ് സ്റ്റിക്കേഴ്സ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ക്വസ്റ്റ്യൻസും. ഇനി ഇതെല്ലാം കൂടി ഒരു വൂളൻ ത്രെഡ് വെച്ച് ഒന്ന് ടൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കവറിലാണ് ഞാൻ ഈ പെൻപാൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് അഡ്രസ്സ് എഴുതി എടുക്കുന്നുണ്ട്. അപ്പോൾ അഡ്രസ്സ് എഴുതി എടുത്തിട്ടുണ്ട്. ഇനി പെൻപാൽ ലെറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ പെൻപാലിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോകൾക്കായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.